പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിപ്പോ നിൽക്കുന്നത് വിജയ നമ്മൾ നിൽക്കുന്നത് സഞ്ജീവനത്തിലാണ്. ഡോക്ടർ എ വി അനൂപിന്റെ സ്ഥാപനമാണ് സഞ്ജീവനം. ഒരു ആയുർവേദ സ്ഥാപനമാണിത്. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ നമ്മുടെ ഡോക്ടറുണ്ട്. സഞ്ജീവനത്തെ കുറിച്ച് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. അപ്പോൾ സഞ്ജീവനത്തെ കുറിച്ചൊന്ന് പറഞ്ഞു. എന്റെ പേര് ഡോക്ടർ ഐശ്വര്യ എന്നാണ്. ഞാൻ റെപ്രസെന്റിംഗ് സഞ്ജീവനം. ഞങ്ങളുടെ ഫുൾ ടീം അവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. എന്നാലും പോകുന്ന വഴിക്ക് ഞാൻ പറയാമേ, ഞങ്ങൾ 2018 ഇവിടെ എസ്റ്റാബ്ലിഷ് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങളുടെ മദർ കമ്പനി AVA ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ്. അതിന്റെ വെൽനസ് ഡിവിഷനാണ് സഞ്ജീവനം ആയുർവേദ ഹോസ്പിറ്റൽ. ഞങ്ങൾ NAB ചക്രൂരിലാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസത്തിന്റെ ഡയമണ്ട് സർട്ടിഫൈഡ് സ്ഥാപനമാണ്. പിന്നെ ഞങ്ങളെ ദുബായ് ഹെൽത്ത് അതോറിറ്റി ഒരിക്കൽ വിസിറ്റ് ചെയ്ത ഒരേ ആയുർവേദ ആശുപത്രി ഞങ്ങളാണ്. അങ്ങനെ ചില സന്തോഷങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഡോക്ടർ അനിൽ വി കൈമൽ. വെൽക്കം ടു സഞ്ജീവനം, ഡോക്ടർ അനിൽ. പിന്നെ പ്രേക്ഷകർക്ക് അറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഒരുപക്ഷെ ഏറ്റവും ചെറിയ സോപ്പിന്റെ വലിയ വിൽപ്പനയുള്ള സാധനമാണ് മെഡിവിക്സ് എന്ന് പറയുന്നത്. അല്ലെ വിജയനെ കുറിച്ച് അറിയാലോ? മെഡിവിക്സ് ഹാൻഡ്മെയ്ഡ്, ലോകത്തെ ഏറ്റവും ആയുർവേദ ഹാൻഡ്മെയ്ഡ് സോപ്പിന്റെ ഉൽപാദകരാണ്. പേര് അനിൽ കൈമൾ. ഡോക്ടർ അനിൽ കൈമൾ. ഡോക്ടർ അനിൽ കൈമൾ ഇവിടുത്തെ ചീഫ് ഫിസിഷ്യനാണ്, മെഡിക്കൽ സൂപ്രണ്ടുമാണ്. സഞ്ജീവനത്തിൽ ഏത് തരം ആൾക്കാരൊക്കെയാ വരുന്നത്? ശരിക്കും ഇവിടുത്തെ കസ്റ്റമേഴ്സ് ആരൊക്കെയാണ്? നമ്മുടെ ഇതൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. നമുക്കിവിടെ മെയിനായിട്ട് 6 ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ജനറൽ മെഡിസിൻ, ന്യൂറോളജി സ്പെഷ്യാലിറ്റിയിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ നമുക്ക് സർജറി വിഭാഗമുണ്ട്. സർജറി ഉണ്ട്. സർജറി, ശല്യ ചികിത്സ. പിന്നെ വിമൻസ് ഹെൽത്ത്, വിമൻസിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് നമുക്കുണ്ട്. പിന്നെ ഇതുകൂടാതെ നമുക്ക് ഒരു വെൽനസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പിന്നെ ശാലാക്യം ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ENT ആൻഡ് ഒപ്താൽമോളജി ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. എത്ര കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ? പിന്നെ ഒരു പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഇവിടെ ഉണ്ട്. നമ്മൾ ഈ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തത് 2018 2018 മുതൽ ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും നല്ല രീതിയിൽ ഇവിടെ വർക്ക് ചെയ്ത് വരുന്നു. പിന്നെ ഇത് കൂടാതെ നമ്മളും മേൽക്കുമേൽ വളർച്ചയുണ്ടല്ലോ. പിന്നെ തീർച്ചയായിട്ടും ഇത് മെഡിമിക്സ് സോപ്പ് പോലെ പ്രശസ്തമായി. പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്നും ഒക്കെ ഒത്തിരി ആൾക്കാരുടെ എൻക്വയറിയും ആൾക്കാർ വന്ന് ഇവിടെ നിന്ന് ട്രീറ്റ്മെന്റ് എടുത്ത് പോകുന്നുണ്ട്. നമ്മുടെ പ്രത്യേകിച്ച് രോഗത്തിനുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ആൾക്കാർ വരുന്നത്. അതാണ് നമ്മുടെ ഒരു പ്രത്യേക ഹൈലൈറ്റും. ഞങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് ഡോക്ടർ നന്ദു, പീഡിയാട്രിക് ഡോക്ടറാണ്. ഡോക്ടർ രാഹുൽ, വെൽനസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് HOD. ഓക്കെ. ഡോക്ടർ ഹൃദ്യ, വിമൻസ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നു. താങ്കളോ? ഡോക്ടർ ശ്രീജിത്ത്, ഞാൻ എനോട്രൽ ഡിപ്പാർട്ട്മെന്റ്, സർജറി ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ ഡോക്ടർ അനൂപ് ഒരു ഓൾറൗണ്ടറാ. സിനിമാ നിർമ്മാതാവാണ്, നാടക നടനാണ്, ഇന്നതേ ഇല്ല അല്ലേ? ഡോക്ടർ സ്ഥലത്തില്ല. ഡോക്ടർ അനിൽ ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ പറഞ്ഞു. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് യോഗ, നാച്ചുറോപ്പതി, ഫിസിയോതെറാപ്പി, അതുപോലെ ഓൾട്ടർനേറ്റ് വെൽനസ്, അക്യൂപ്രഷർ, അക്യൂപങ്ക്ചർ, അങ്ങനത്തെ ഇതെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്താണ്. അപ്പോഴും സ്ഥാപനത്തിന്റെ വിഷൻ ഒരു ഇന്റഗ്രേഷൻ ആണ്. ഈവൻ സർജറി എന്ന് പറഞ്ഞ സ്ഥലത്താണെങ്കിലും നമുക്ക് അനസ്തേഷ്യ ഇല്ല ആയുർവേദത്തിൽ. അതുകൊണ്ട് തന്നെ അലോപ്പതിക് അനസ്തേഷ്യ സപ്പോർട്ട് എടുത്ത് ഒരു ഫുഡ് ഫ്ലഡ്ജ് ഓപ്പറേഷൻ തിയേറ്റർ വിത്ത് വെന്റിലേഷൻ, മെഡിക്കൽ ഗ്യാസ്, അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പം പേഷ്യൻസിന് വലിയ വേദന ഇല്ലാതെ ദ ബെസ്റ്റ് ക്യൂർ ദേ വിൽ ഗെറ്റ് എന്നുള്ളതാണ് ഒരു വിഷൻ സ്ഥാപനത്തിൻ്റെത്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇതൊക്കെ നമ്മുടെ സ്റ്റാഫാണോ അതോ? ആണോ? ഹലോ സർ, ഹൗ ആർ യു? ഐ ആം ഫൈൻ. താങ്കളുടെ തെറാപ്പിസ്റ്റ് ആണ് സഞ്ജീവന ഹോസ്പിറ്റലിൽ. I am also in physiotherapy department. Where are you from? I am from Palarito. I am Manju, yoga instructor here. Yoga? Yes. Okay. Thank you. Okay. നിങ്ങളൊക്കെയോ? മാനേജർ അക്കൗണ്ട്സ് സ്വപ്ന. ആശാണ് നോക്കുന്നത്. തെറാപ്പിസ്റ്റ്. നേഴ്സാണ്. നമ്മളെ വിചാരിച്ചതിനേക്കാളും വലിയ സെറ്റപ്പ് ആണല്ലോ. ഹലോ. Sonaram from Tamil FM. Yeah. You know, they have met several times in 2017. Yeah, it is very nice. Now. We are here for treatment. Okay. Treatment, yeah. Doing fine. Yeah, thank you. Okay, Thank you. nice. Yeah, after long time in Kerala, this is the best thing. Thank you. Best place, yeah? Best place to meet. Yeah, thank you. He says it's the best place. വലിയ കോയിൻസിഡൻസ് ഉണ്ട് സാർ. ഞങ്ങളുടെ യൂണിഫോമിലാണ് വന്നിരിക്കുന്നത് സാർ. സിദ്ധൻ ഡോക്ടർ. ഞാനൊക്കെ കണ്ടിട്ടുള്ള ആളാ. ഇല്ല, എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. പിന്നെ ഡോക്ടർ AV അനൂപ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു കുടുംബാംഗം പോലെയാ. ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും അദ്ദേഹം ഉണ്ട്. വി ആർ വെരി ക്ലോസ്. നമ്മുടെ വിജയകുമാരുടെ സഞ്ജീവനത്തിൽ ഒരു ട്രീറ്റ്മെന്റ് എടുക്കാം. അതെ, എടുക്കാം. അതെ, ആശുപത്രിയിൽ പോവാതിരിക്കാനുള്ള സ്കാൻ നമ്മൾ നോക്കുന്നത്. ഇത് ആയുർവേദം. ആയുർവേദം ആണെങ്കിലും ഡി അഡിക്ഷൻ ആയുർവേദത്തിൽ ഉണ്ടോ എന്ന് സ്കാൻ ചോദിക്കാമായിരുന്നു.
ആ കറക്റ്റ് അല്ലെ നമ്മുടെ ഈ നമ്മൾ ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പം സർക്കാരിന്റെ യാത്രയാ അപ്പോ ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഒരു ഘട്ടം എന്ന് പറയുന്നത് ഈ ലഹരി വലിയ തോതിൽ അതിന് അഡിക്റ്റ് ആയവരെ ഡി അഡിക്ഷൻ സെന്ററുകളിലേക്കൊക്കെ മാറ്റി അവരെ തിരിച്ചു ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. ആയുർവേദത്തിന് അത്തരം ഒരു രീതിയുണ്ടോ? ഡി അഡിക്ഷൻ നമ്മുടെ ഇവിടെ ഡി അഡിക്ഷൻ റീഹാബിലിറ്റേഷൻ ആണ് ചെയ്യുന്നത്. അത് ചെയ്യുന്ന ഡോക്ടർ ഇവിടെ ഉണ്ട്. ഡോക്ടർ രാഹുലാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഒരു 15 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ് കൂടുതൽ ഈ ഒരു ഏരിയയിൽ വരുന്നത്. അത് പ്രായ ലിംഗഭേദമന്യേ എല്ലാ തരത്തിലുള്ള ആൾക്കാർ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതിൽ നമ്മൾ റീഹാബിലിറ്റേഷൻ രീതിയിൽ കൊടുക്കുന്നത് അവരെ ഒരു അറ്റ്മോസ്ഫിയർ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമ്മളവിടെ ചെയ്യുന്നത്. അത് ചേഞ്ച് ചെയ്തതിനു ശേഷം അവർക്ക് അതിനനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള രീതികൾ പറഞ്ഞു കൊടുക്കുക. ട്രീറ്റ്മെന്റ് രീതികളാണ് നമ്മൾ പറയുമല്ല, ട്രീറ്റ്മെന്റ് അല്ല, അവർ ഒരു പുനരധിവാസം അല്ലേ ട്രീറ്റ്മെന്റുകളുണ്ട്. അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള മെഡിസിൻസ് കൊടുക്കുന്നുണ്ട്. അവരെ എങ്ങനെ ഹെൽത്തി ആയിട്ട് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും, അതിന് എന്തൊക്കെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു പുതിയ ലൈഫ് സ്റ്റൈൽ അവരിലേക്ക് ഡെവലപ്പ് ചെയ്യുകയാണെന്നാണ് അതിനുള്ള ട്രീറ്റ്മെന്റ്. അല്ലാതെ അവരെ ഒരു ഡിപ്പെൻഡൻസിയിൽ വീണ്ടും പോവല്ല, മെഡിസിൻ ഡിപ്പെൻഡൻസിയിൽ പോവല്ല. അവരെ ഒരു പുതിയൊരു ലൈഫ് സ്റ്റൈലിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള രീതിയാണ് നമ്മൾ സഞ്ജീവനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അത് കൃത്യമായിട്ട് നമ്മൾ അവരെ ട്രെയിൻ ചെയ്ത് അവരെ പുതിയ അത്തരം ആളുകൾ വരുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും അതും പുറം രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് പേര് നമുക്ക് ഈ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും എല്ലാം, അതുപോലെ പുറം രാജ്യങ്ങൾ, അത് ഇവിടുന്ന് ഷിഫ്റ്റായി മൈഗ്രേറ്റ് ചെയ്ത ഫാമിലീസ് ആണ് നമ്മളുടെ ഏറ്റവും കൂടുതൽ ഡി അഡിക്ഷനിൽ ഇവിടെ വന്നുവിടുന്നത്. MDMA വരുന്നുണ്ട്, MDMA എല്ലാ രീതിയിലുള്ളവരും വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു കാലോ ഡ്രഗിന്റെ റീഹാബാണ് പറ്റൂല. അതിന് അതിന്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് അവിടെ രജിസ്റ്റർ ചെയ്യാനോ അല്ലെങ്കിൽ അവർ വിഡ്രോവലിലോട്ട് പോകുമ്പോൾ മാനേജ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷെ ആ ഇത് അവിടുത്തെ ഈ കെമിക്കൽ ഡിയക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്കൊരു ഫേസ് ഉണ്ട്. അതിൽ നിന്ന് റിക്കവർ ചെയ്താൽ സത്യം രക്ഷപ്പെടും. റീഹാബിലിറ്റേഷൻ അതിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ആയുർവേദത്തിലുണ്ട്. നമ്മുടെ ഈ പഞ്ചകർമ്മ ചികിത്സകള്, ഡീടോക്സിഫിക്കേഷൻ ഒക്കെ പറയുന്നതിന് മാർവലസ് റിസൾട്ട്സ്. അതുപോലെ യോഗ, എക്സസൈസുകൾ, പിന്നെ ഒരു സസ്റ്റൈനബിൾ എന്നുള്ളതാണ്. അല്ലാതെ ഒരിക്കലും ഇവിടെ വന്നു 10 ദിവസം എടുത്തിട്ട് പോയി അടുത്ത വർഷം വീണ്ടും ഡി അഡിക്ഷൻ വരിക എന്നുള്ളതല്ല. അവർ ഒരിക്കലും വന്നിട്ട് സസ്റ്റൈനബിൾ റിസൾട്ടിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളതാണ്. കൗൺസിലിംഗ് ഉണ്ട്. ഈ ഹോസ്പിറ്റലിൽ വിഭാവനം ചെയ്തേക്കുന്നത് തന്നെ ഈ എന്താ പറയാ ഒരു വെൽനസ് എന്നുള്ള കൺസെപ്റ്റോട് കൂടി ചികിത്സകളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് ആയുർവേദ ചികിത്സ എല്ലാവർക്കും അറിയാം. ഒരു 7 മുതൽ 21, 2 മാസം ഒക്കെ വന്ന് കിടക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഈ ഇത്രയും ദിവസം ഇവിടെ വന്ന് കിടക്കുമ്പോൾ അവർക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട്, അവരെ മാനസികവും ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് അവർക്ക് അനുഭവപ്പെടരുത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളൊന്നും അവർക്ക് വരുത്താതെ നമ്മൾ ഈ ജേണി, ഹെൽത്ത് ജേണി ത്രൂ എ ഫുൾ ജോയ്ഫുൾ അറ്റ്മോസ്ഫിയർ, അതാണ് നമ്മുടെ ഉദ്ദേശം. സ്ത്രീകളിലാണെങ്കിൽ ഇപ്പം ഞാനിവിടെ വിമൻസ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പം ലേഡീസിലൊക്കെ ആണെങ്കിലും ഇപ്പം വളരെ കൂടുതലായിട്ട് നമ്മൾ കാണുന്ന ഈ PCOD പോലത്തെ രോഗങ്ങളൊക്കെ ഇന്നത്തെ യുവതലമുറ പലപ്പോഴും ഇതുപോലെയുള്ള ഡ്രഗ്സോ അതുപോലെയുള്ള കാര്യങ്ങളിലേക്കുള്ള ഓവർ യൂസ് ഇതിനൊക്കെ ഒരു റീസൺ ആണ്. നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ഒക്കെ ഇവിടെ വന്ന് 21 ഡേയ്സ് ഒക്കെ നമ്മൾ നിൽക്കുമ്പോൾ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് പിള്ളേരെ ഒന്ന് മാറ്റി നിർത്തുമ്പോൾ ഡെഫിനറ്റ്ലി അതിൻ്റെയൊക്കെ ഒരു പോസിറ്റീവ് ഔട്ട്കം, അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഒരു ഹോളിസ്റ്റിക് ഹീലിംഗ് അല്ലെങ്കിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നൊരു മെത്തേഡ് കൂടിയാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇതൊന്നും ഇല്ലാതെ, ജങ്ക് ഫുഡ് ഇല്ലാതെ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള അൺവാണ്ടഡ് തിങ്സ് ലൈഫിൽ നിന്നൊന്ന് ഒഴിവാക്കി നിൽക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് ആണ് വാട്ട് സഞ്ജീവനം ഇസ് ഫോക്കസിങ് ടുവേർഡ്സ്. അത് കൃത്യമായ ഒരു അവബോധം ഉണ്ടാക്കി കൃത്യമായിട്ട് എങ്ങനെ ആ ജീവിതശൈലിയെ മാറ്റിയെടുക്കാം എന്നുള്ളത് 21 ഡേയ്സ് ഇവിടുന്ന് കഴിഞ്ഞു പോകുമ്പോൾ ഓൾമോസ്റ്റ് ഏതൊരു വ്യക്തിക്കും, അതിപ്പോൾ ഏത് പ്രായഭേദമന്യേ തന്നെ നല്ലൊരു മാറ്റം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു വർഷങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, താങ്ക് യു. ഡോക്ടർ ഉന്മേഷ്, സംശയം വല്ലതും ഉണ്ടോ? ഇല്ല, എല്ലാം സംശയം മാറി. എല്ലാം മാറി, ഇപ്പഴാ മാറിയല്ലേ? അതെ. മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ മാനസികമായിട്ട് സന്തോഷം വേണ്ടി വരുമ്പോഴാണ് ഈ ഡ്രഗിലേക്ക് പോകുന്നത്. മാനസികമായിട്ട് വിഷാദമുള്ളപ്പോൾ അല്ലെങ്കിൽ ഇവർ അഡിക്റ്റ് ആവുക, അല്ലെന്നുണ്ടെങ്കിൽ സന്തോഷത്തിന്റെ ഭാഗമായിട്ട്, എൻജോയ്മെന്റിന്റെ ഭാഗമായിട്ട് ഡ്രഗിലേക്ക് പോവുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെ കറക്റ്റായിട്ട് അവരെ അവബോധിപ്പിച്ച് നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ സഞ്ജീവനത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു വർക്ക് എന്ന് പറയുന്നത്. കാരണം ഈ 2 ഏരിയയിലാണ് ഡ്രഗിലേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ, അത് പ്രായഭേദം. എനിക്കത് പലപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ വിദ്യാർത്ഥികളെയാണ്. അല്ല, വിദ്യാർത്ഥികൾ മാത്രമല്ല, പ്രൊഫഷണൽ ഫീൽഡിലും ഇത് കൂടുതലായിട്ട് ഉപയോഗപ്പെടുന്നുണ്ട്. അത് എല്ലാവരും മിക്കപ്പോഴും വിദ്യാർത്ഥികൾ എന്നുള്ള പുതുതലമുറയെ മാത്രം കുറ്റപ്പെടുത്തുന്നത് പലപ്പോഴും ഉണ്ട്. പക്ഷെ തലമുറയെ മാത്രമല്ല, പല പ്രൊഫഷണൽ ഏരിയകളിലും ഇത് ഒരുപാട് അബ്യൂസ് ചെയ്യുന്നുണ്ട് ഡ്രഗിൽ നിന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. നമസ്തേ. ഇന്ന് 1984 തുടങ്ങിയ ഒരു പ്രയാണത്തിന്റെ 40ാം വർഷം കടക്കുന്ന ഒരു അവസരത്തിലാണ് ശ്രീകണ്ഠൻ നായർ സാർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ 40 വർഷത്തെ ശ്രവ്യ
ദൃശ്യ മാധ്യമത്തിലെ അദ്ദേഹത്തിന്റെ ഒരു അടുത്ത കാൽവയ്പാണ്. 40 വർഷം കഴിഞ്ഞിട്ട് അത് ആ 40 വർഷത്തിന്റെ ആ ആഘോഷവേള ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം വിനിയോഗിക്കുകയാണ്. നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഈ പ്രത്യേക ആ കാര്യത്തിന്, അതായത് നമ്മുടെ ലഹരി വിമുക്ത ക്യാമ്പയിന് വളരെയധികം അർത്ഥതലങ്ങളുള്ളതാണ്. നമ്മുടെ സമൂഹം അത്രത്തോളം ഈ ലഹരി കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുന്ന ഈ അവസ്ഥയിൽ ലഹരിയെ എങ്ങനെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യാം, എങ്ങനെ അതിൽ നിന്ന് നമുക്ക് മാറി വരാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉറച്ച കാൽവയ്പാണ് അദ്ദേഹം അങ്ങ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് എല്ലാ ഭാഗങ്ങളിലും എല്ലാ സമൂഹ മേഖലയിലും പോയി ഇതിനു വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ നടത്തുന്നു. അതിന് എല്ലാവിധ ഭാവുകങ്ങളും സഞ്ജീവനം ആയുർവേദ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ തരുന്നു. അദ്ദേഹത്തിന്റെ അങ്ങയുടെ 40-ാം വർഷത്തിന്റെ ഈ വേളയിൽ സഞ്ജീവനത്തിന്റെ ഒരു പ്രേമോപഹാരവും. പ്രിയമുള്ളവരെ, ശബ്ദമൊക്കെ പോയി. കാര്യം ഇത് വെയിലത്തുള്ള യാത്ര, നിങ്ങൾക്കറിയുന്ന പോലെ നമ്മളൊക്കെ AC മുറിയിലിരുന്ന് വാർത്ത വായിച്ച് പരിചയമുള്ളവരാ. അപ്പോ എന്തിനാ ഈ 37-39 ഡിഗ്രി ചൂടിൽ നടക്കുന്നത് എന്ന് ആൾക്കാർ ആലോചിക്കുന്നുണ്ടാവും. സഞ്ജീവനം കുറെ കാലമായി ഞാൻ വരണം എന്ന് ആഗ്രഹിച്ചൊരു സ്ഥാപനമാണ്. ഡോക്ടർ AV അനൂപ് കാണുമ്പോഴൊക്കെ സഞ്ജീവനത്തെ കുറിച്ച് പറയാറുണ്ട്. അദ്ദേഹം ഞങ്ങൾക്ക് ഒരു മെഡിമിക്സ് ഉടമ മാത്രമല്ല, അദ്ദേഹം ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. എപ്പോഴും നമ്മുടെ നെറ്റ്വർക്കുമായിട്ടൊക്കെ വലിയ ബന്ധമുള്ള ഒരാളാണ്. നമ്മുടെ മിക്കവാറും പ്രധാനപ്പെട്ട സംഭവത്തിനൊക്കെ അദ്ദേഹം ഉണ്ടാകാറുണ്ട്. അത് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ ഫിനാലെ ആയാലും മറ്റെന്തെങ്കിലും ഞങ്ങൾ നടത്തുന്ന പരിപാടിക്കായാലും ഇതിന്റെ ഫ്ലാഗോപ്പിന് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് അദ്ദേഹത്തെ വിളിച്ചിരുന്നു. എല്ലാ രീതിയിലും ഈ സ്ഥാപനവുമായി വലിയ ആത്മബന്ധമുള്ള ആളാണ്. അതുപോലെ മേളവുമായിട്ട് ചേർന്ന് ഞങ്ങളൊരു പ്രോഗ്രാം ചെയ്തിരുന്നു. മേളം മറക്കാത്ത സ്വാദ്, അല്ലേ? ആരും മറന്നിട്ടില്ലല്ലോ. ഇല്ല, ഇപ്പോഴും ഓർമ്മിച്ച് നിൽക്കുകയാണ്. അപ്പോൾ മാത്രമല്ല അദ്ദേഹത്തിന്റെ ചെന്നൈയിലെ ഫംഗ്ഷനിലൊക്കെ ഞാനും പോകാറുണ്ട്. അങ്ങനെ വ്യക്തിബന്ധം കാര്യമായിട്ടുണ്ട്. നമ്മുടെ ഒരു കുടുംബത്തിലെ ഒരു സ്ഥാപനം പോലെയാണ് സഞ്ജീവനം. വരാൻ പറ്റിയതിലും നിങ്ങളെ കാണാൻ പറ്റിയതിലും വളരെ സന്തോഷം. നമ്മൾ എന്തിന് ഇങ്ങനെ ഇറങ്ങി ഈ ചൂട് കൊള്ളാൻ ഇറങ്ങി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 40 കൊല്ലം കഴിഞ്ഞ് ഇത്രയും ചൂട് കൊള്ളണോ എന്നൊരു ചോദ്യം സ്വാഭാവികമാണ്. വാർദ്ധക്യത്തിലേക്ക് 13 ഇരിക്കുന്ന ആൾക്കാരൊക്കെ വീട്ടിൽ വിശ്രമിക്കേണ്ട സമയമല്ലേ 40 കൊല്ലമൊക്കെ കഴിഞ്ഞ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റേഡിയോയിലും ടെലിവിഷനിലും പത്രത്തിലും ഒക്കെ ആയിട്ട് ഒരു 40 കൊല്ലം കടന്നുപോയി. ശരിക്കും നിങ്ങളോട് വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഈ 40 കൊല്ലം കടന്നുപോയത് ഞാനും അറിഞ്ഞിട്ട് എന്റെ കൂടെ നടക്കുന്ന വിജയമായി പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മള് പലപ്പോഴും ഇതിനെ കുറിച്ചൊന്നും ആലോചിക്കാറില്ല എന്നാണ് ഈ യാഥാർത്ഥ്യം. കാര്യം രാവിലെ ടെലിവിഷൻ വരുന്നു, രാത്രി ടെലിവിഷൻ ഇറങ്ങുന്നു, എന്തെങ്കിലും ചാപ്പിടുന്നു, ഉറങ്ങുന്നു, കിടക്കുന്നു, പിറ്റേന്ന് വീണ്ടും നേരം വിളിക്കുന്നു. എല്ലാ ദിവസവും ജീവിതത്തിൽ ഒരു തവിട്ട് നിറം അങ്ങനെ മുന്നോട്ട് പോകും. അപ്പോ ഞാൻ പറയാൻ വന്നത്, കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം, ഒരുപാട് കൊലപാതകങ്ങൾ കേരളത്തിൽ കൂടുകയാണ്. നിങ്ങൾ വാർത്താ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലായി കാണും. അത് ഒരു ദിവസമൊക്കെ 14 കൊലപാതകമൊക്കെ വരെ ഉണ്ടായ ദിവസമുണ്ട്. നമ്മൾ വിചാരിച്ചു ഈ മാധ്യമങ്ങളുടെ മത്സരം കൊണ്ടായിരിക്കും ഒരുപക്ഷെ എങ്ങനെ കൊലപാതകങ്ങൾ ഉണ്ടാകുന്നത്. ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ കൊലപ്പെടുന്നതാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല കേട്ടോ. പക്ഷേ പലപ്പോഴും അറിയാതെ പോയതായിരിക്കും എന്നാണ്. മാത്രമല്ല ഈ മാധ്യമങ്ങളുടെ ക്രെഡിബിലിറ്റി, വിശ്വാസ്യത നിലനിർത്താൻ വേണ്ടി ഈ മരണമൊക്കെ കൃത്യമാണ് എന്ന് അന്വേഷിച്ചതാണ് ഇപ്പോഴത്തെ മാധ്യമങ്ങൾ നൽകുന്നത്. ഞാൻ തന്നെ പണ്ട് പെരുമണിലൊരു അയാളുടെ സ്വസ്ഥ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ നിങ്ങൾ, പെരുമൺ ദുരന്തം. അന്ന് ഞാൻ തിരുവനന്തപുരത്ത് ആകാശവാണിയിൽ ജോലി ചെയ്യായിരുന്നു. അപ്പോ എത്ര പേര് മരിച്ചു എന്നറിയാൻ വേണ്ടി ഇവിടെ മൃതദേഹങ്ങൾ എണ്ണി നോക്കിയ ഒരാളാണ് ഞാൻ. എന്നുവെച്ചാൽ ഞാൻ റിപ്പോർട്ട് ചെയ്ത നമ്പറും മറ്റുള്ള മാധ്യമങ്ങളിൽ വന്ന നമ്പറും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് ഇതിന്റെ മേധാവി എന്നോട് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, കുത്തിയിരുന്നൊന്ന് എണ്ണി നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ കൂടിക്കിടക്കുന്ന മൃതദേഹങ്ങൾ ഓരോന്നും കാലി വെച്ച് ഞാൻ എണ്ണി നോക്കിയതൊക്കെ എന്റെ മനസ്സിലെ ഒരു അപൂർവമായ മറക്കാൻ പറ്റാത്ത ചിത്രമാണ്. അത്രയും പ്രിസിഷൻ വാർത്താ പ്രക്ഷേപണത്തിന് വേണ്ടം എന്ന് കരുതുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോ ഈ കൊലപാതകങ്ങളും ഈ നിർദ്ദയമായ പാതകങ്ങളും ഒക്കെ തന്നെ എന്തുകൊണ്ടുണ്ടാകുന്നു? അതുപോലെ കൊല്ലുന്നത് ആരെയാണ്? പെറ്റമ്മയെ കൊല്ലുന്നു, അച്ഛനെ കൊല്ലുന്നു, അതുപോലെ സഹോദരിയുടെ പടങ്ങൾ, നഗ്ന ചിത്രങ്ങൾ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാൻ ധൈര്യപ്പെടുന്നു, സഹോദരിയും അമ്മയും ഒക്കെ വേറെ രീതിയിൽ കാണുന്നു.
സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപിക യഥാർത്ഥത്തിൽ കാണുന്നു. അധ്യാപികമാർക്ക് സാരി കൊടുത്ത് ക്ലാസ് ബ്ലാക്ക് ബോർഡിൽ എഴുതാൻ പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ കുട്ടികൾ എന്തുകൊണ്ട് ചിന്തിക്കും? ചെറിയ ക്ലാസ്സിലെ UP സ്കൂളിലെ കുട്ടികൾക്ക് മുന്നിൽ പോലും അധ്യാപികയ്ക്ക് നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം എന്തുകൊണ്ട് ഉണ്ടാകുന്നു? അപ്പൊ ഇത് ആലോചിച്ചപ്പോൾ നമ്മൾ ഈ 40 കൊല്ലമൊന്നും നമ്മളിപ്പോ എന്ത് ജോലി ചെയ്താലും 40 കൊല്ലം കടക്കും. സർക്കാർ സർവീസ് ആണെങ്കിൽ 56 ഇറങ്ങും, കേന്ദ്ര സർവീസ് ആണെങ്കിൽ 60 ഇറങ്ങും. അപ്പൊ നമ്മൾ ഇറങ്ങുന്നില്ല, മീഡിയ ആയതുകൊണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകും. അങ്ങനെ 40 കൊല്ലം പിന്നിടുന്ന കാര്യം ഒരു വൈകുന്നേരം ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോ എത്ര കൊല്ലം ഇനി ബാക്കി കാണും, ഈ അവസാന ഓർമ്മനെടുക്കാൻ ഇനി എത്ര വർഷം ബാക്കിയുണ്ട് എന്നൊക്കെ ആലോചിച്ചപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഈ ഇതിനെക്കുറിച്ച് ഓർമ്മ വന്നത്. ഈ കുട്ടികളുടെ ഇടയിലൊക്കെ വ്യാപകമായിട്ട് ഇത് പ്രചരിപ്പിക്കപ്പെടുന്നു. എന്നിടയിൽ ഞാൻ ഒരു വിഷയം പറയട്ടെ, നമ്മള് ഈ മയക്കുമരുന്നിനെതിരായിട്ടുള്ള നമ്മുടെ ഈ യാത്ര, അത് നിങ്ങൾക്കറിയുന്ന 24 മണിക്കൂർ നമുക്ക് ഒരു വാർത്താ ചാനൽ സംപ്രേഷണം ചെയ്യാൻ പറ്റില്ല, ചാനൽ കൂട്ടിപ്പോകും, ആൾക്കാർ വാർത്ത തിരക്കി അടുത്ത ചാനലിൽ പോകും. അപ്പോ അതുകൊണ്ട് നമ്മൾ ശരിക്കും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു യൂട്യൂബ് ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ നോക്കാം, SK40 എന്ന പേരിൽ ആ ചാനലില് മുഴുവനായിട്ടും നമ്മളിപ്പോ ഈ സഞ്ജീവനത്തിൽ നടക്കുന്ന ഈ മീറ്റിംഗ് ഉൾപ്പെടെ അത് തത്സമയം ആ ചാനൽ പോയിക്കൊണ്ടിരിക്കുക. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആർക്കെങ്കിലും ഭാവിയിൽ ഒരു വീഡിയോ അതിൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിവരങ്ങൾ അതിൽ കൊടുക്കണമെങ്കിലൊക്കെ നമ്മുടെ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന പോലെ അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യം കൂടി കൊടുത്തുകൊണ്ട് നമ്മുടെ നല്ല വഴിക്ക് ചിന്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ ചാനൽ അവർക്ക് ഉപകരിക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ഒരു ചാനൽ ഓപ്പൺ ചെയ്യും. നമ്മുടെ TV-യിലൊക്കെ ഇത് സൗകര്യം പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ കേരളത്തിൽ നമ്മൾ വിചാരിച്ചു വളരെ ചെറിയ രീതിയിലൊക്കെയാണ് ഈ സിന്തറ്റിക് ലഹരികൾ പ്രചരിക്കുന്നതെന്നായിരുന്നു നമ്മുടെ ചിന്ത. എന്നാൽ നമ്മൾ ഇറങ്ങിയപ്പോൾ നമ്മളെ അമ്പരപ്പിക്കുന്ന രീതിയിലാണ് ഇതിന്റെ തോത്. ഒരു 3% നമ്മൾ ആലോചിച്ചെങ്കിൽ 300% കൂടുതൽ നമ്മളിപ്പോ പരിഭ്രാന്തിയോടെ മനസ്സിലാക്കിയാണത്. കാരണം ഒരു 100 വീടെടുക്കും, ചിലപ്പോൾ ഒരു വീട്ടിൽ ഒരു MDMA താല്പര്യമുള്ള ആളോ ഉപയോഗിക്കുന്ന ആളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഇങ്ങനെ കേരളത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പട്ടചാരായം അടിച്ച് ചുറ്റിക്കറങ്ങുന്നവരായിരുന്നു ഒരു കാലത്തെങ്കിൽ ഇപ്പൊ അങ്ങനെയല്ല. ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഞങ്ങൾ ഇപ്പോഴും ഒരു ഗ്രാമപ്രദേശത്ത് പോയിട്ട് വരുന്ന വഴിയാണ്. ആ പ്രദേശത്ത് ചെന്നിറങ്ങി ഉടനെ തന്നെ അവിടുത്തെ ആൾക്കാർ പറയും ഇവിടെ മൊത്തം MDMA ആണ്. അപ്പോ പല രഹസ്യ താളങ്ങളും ഒളിവിടങ്ങളും ഒക്കെ നമ്മൾ ഈ യാത്രയിൽ കണ്ടു. അപ്പൊ ഇതൊക്കെ നമ്മൾ ഒരുപക്ഷെ ഈ MDMA നിങ്ങൾ എന്നെക്കാളും വൈദ്യശാസ്ത്രം അറിയാവുന്ന ആൾക്കാരാണ്. MDMA ഞങ്ങൾ താരതമ്യപ്പെടുത്തിയ ആൾക്കാരോട് പറഞ്ഞത്, മനോബലമെത്തിയ ഒരാളിന്റെ, ഒരു മനോരോഗം ബാധിച്ച ഒരാളും MDMAക്ക് അഡിക്റ്റ് ആയ ഒരാളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം 7-12 കൊല്ലം കൊണ്ട് ജീവിതം അവസാനിക്കുന്ന ഒരു ദൗർഭാഗ്യം ഇയാളുടെ ലൈഫിലുണ്ടാകും. അപ്പൊ MDMA കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതും കുറച്ചും കൂടുതൽ മലയാളികളാണെങ്കിലും നിങ്ങൾക്കറിയുന്ന പോലെ ഇന്റർനാഷണൽ മാഫിയ ഇതിനകത്തുണ്ട്. കുറച്ച് ലേറ്റായി പോയി. മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിനൊക്കെ അത് ഒരു പരിധിവരെ കാണാതെ പോയി, അല്ലെങ്കിൽ ഇത് ഗൗരവമായി എടുത്തില്ല. ഇപ്പൊ അത് കോവിഡ് പോലെ പരമാവധി സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് നമ്മുടെ കുട്ടികൾ അതിൽ മൂക്കടിച്ച് വീണതിന് ശേഷമാണ് നമ്മൾ ഇതിന്റെ മേളിൽ നെൽക്കതിരിന്റെ മേളിൽ വളർന്നു വയ്ക്കുക എന്ന് പറയുന്നതിനുള്ള അവസ്ഥയിലേക്കാണ്. എന്നാൽ പോലും നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല. പ്രളയവും അതേപോലെ കോവിഡും ഒക്കെ കടന്ന നമ്മൾ ഇത് വലിയൊരു ദുരന്തമാണ്, വലിയൊരു അപകടമാണ്. കേരളത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അപകടമാണ്. അപ്പോൾ കുട്ടികളെ നമുക്ക്, പ്രത്യേകിച്ച് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ സ്കൂൾ വരാന്തകളിൽ, കോളേജിന്റെ വരാന്തകളിൽ ഒക്കെ തന്നെ MDMA വിൽക്കുന്ന ആൾക്കാരെ പെൺകുട്ടികൾ ക്യാരിയറാകുന്നു. പെൺകുട്ടികൾ പല കോളേജുകളിലും അവര് പ്രിൻസിപ്പൽ നമ്മോട് തുറന്നു പറയുന്നു, 10-15 കുട്ടികൾ MDMAക്ക് അഡിക്റ്റ് ആണെങ്കിൽ അതിൽ 7 പെൺകുട്ടികളുണ്ട് എന്നുള്ള നഗ്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുന്നു. നമുക്ക് വളരെ അമ്പരപ്പാണ്. ഒരുപക്ഷെ നമ്മളിവിടെ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ ഈ യാഥാർത്ഥ്യം കേട്ട് ഞെട്ടിപ്പോവുക. ഒരുപക്ഷെ നമ്മൾ ഈ AC മുറിയിൽ നിന്ന് വാർത്ത വായിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും നമ്മൾ ആര് പറഞ്ഞാലും വിശ്വസിക്കില്ല ഇത്ര കൂടുതൽ ആഴത്തിൽ ഇത് വേരോടിയിട്ടുണ്ടെന്ന്. അത്ര കൂടുതൽ സ്വാധീനം ഇതിനുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നൊരു സംഭവം, നമ്മൾ കാസർഗോഡാണ് യാത്ര അവസാനിപ്പിക്കുക. 14 ജില്ലകളും കടന്നു പോകും. എല്ലാ താലൂക്കുകളും മിക്കവാറും നമ്മൾ കടക്കുന്നുണ്ട്. ഇതുപോലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. ഇപ്പൊ ഡോക്ടർ അനൂപ് പോലെ ഈ യാത്രയ്ക്ക് ഞങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ നൽകിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം BPS ലേക്ക് ഷോറൊക്കെ നമ്മളെ ഒരുപാട് പിന്തുണയ്ക്കുന്നുണ്ട്. യൂസഫ് അലി, അതുപോലെ ഉജാല, അവരൊക്കെ നമ്മളെ പിന്തുണയ്ക്കുന്നു. അതുപോലെ നമ്മുടെ മൈദിയൊക്കെ, ഷാജി, ഇങ്ങനെ കുറേ അധികം ആളുകൾ നമ്മളെ പിന്തുണയ്ക്കുന്നുണ്ട്. കാര്യം നമ്മൾ ഓൺ ദ വേ പോകുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആളുകൾ അവിടെ ക്ലേശങ്ങളും ദുരിതങ്ങളും ഒക്കെ മെമ്മോറണ്ടം ഒക്കെ എഴുതി നമ്മളെ തരികയാണ്. മിക്ക ആളുകൾക്കും ബാംഗ്ലൂർ ജപ്തി വന്നു, വീടില്ല, കുറേ പ്രശ്നം, ആശുപത്രി, ചികിത്സിക്കാൻ പണമില്ല. അപ്പൊ നമ്മളിങ്ങനെ നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മൾ ആളുകളെ സഹായിക്കാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ പ്രധാന ഉദ്ദേശം
ഈ MDMA പോലുള്ള മാരകമായ സിന്തറ്റിക് ലഹരികൾ നാട്ടിൽ പ്രചരിക്കുന്ന അവസാനിപ്പിക്കുക, ഇതിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി നശിപ്പിക്കുക, എന്നേക്കുമായി ഇത് മടങ്ങിവിടാത്ത രീതിയിൽ ആളുകൾ വലിയൊരു അവബോധം ഉണ്ടാക്കി കൊടുക്കുക. കാര്യം ഇത് കഴിച്ച് പീസായി അടിച്ചു പൂസായി നടക്കാം എന്നാണ് കഴിയുന്നെങ്കിൽ ജീവിതം പൂസായി പോകും എന്നിവരെ ബോധ്യപ്പെടുത്തുക. ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ ചുമതല. അപ്പൊ നമ്മളിത് ഇത് പക്ഷേ അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ കണ്ണൂരിൽ കാസർഗോഡ് എത്തിക്കഴിയുമ്പോൾ മുഖ്യമന്ത്രിയുമായിട്ട് നമ്മൾ നടത്തിയൊരു അഭിമുഖത്തിന് ശേഷമാണ്, നിങ്ങൾ കുറച്ചു കഴിയുമ്പോൾ ഇത് കണ്ടു കാണും, പിണറായി വിജയൻ ഞാനുമായി നടത്തിയൊരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വ്യക്തമായ നിലപാടെടുക്കും. നമ്മൾ ഈ യാത്ര തുടങ്ങിയതിനു ശേഷം ഒരു മാധ്യമ സമ്മർദ്ദം, പ്രത്യേകിച്ച് 24-യുടെയും ഫ്ലവേഴ്സിലൂടെയും നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെയും നമ്മൾ നടത്തുന്ന സമ്മർദ്ദം കുറച്ച് കഠിനമായിട്ടുണ്ട്. അപ്പൊ ഈ സമ്മർദ്ദങ്ങളിൽ തന്നെ ആകണം കൂടുതൽ റെയ്ഡുകളും ഉൾയിടങ്ങളിലേക്കുള്ള പോലീസിന്റെ യാത്രയൊക്കെ ശരിക്കും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രമായാലും ഇപ്പോഴും എല്ലാ സ്ഥലങ്ങളിലും എത്താൻ പോലീസിന് കഴിയുന്നില്ല. അത്രയും കൂടുതൽ സേന എന്തെങ്കിലുണ്ടോ എന്ന് പോലും സംശയമുണ്ട്. നമ്മൾ കാസർഗോഡ് എത്തിക്കഴിഞ്ഞാൽ നമ്മളിതൊരു നമ്മുടെ കൂടെ ഒരു ഗവേഷണ വിഭാഗം കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. അവരിതിന്റെ ഉള്ളിടങ്ങളെ കുറിച്ചും ഈ ചില സംശയമുള്ള മേഖലകളെ കുറിച്ചും അവിടുത്തെ ചില പ്രത്യേകതകളെ കുറിച്ചും ആ പ്രദേശത്ത് എങ്ങനെയാണ് ഇത് പ്രചരിക്കുന്നതൊക്കെ നമ്മുടെ കുട്ടികളിലുണ്ടോ കോളേജുകളിലുണ്ടോ എന്നുള്ളതൊക്കെ രേഖപ്പെടുത്തി മുഖ്യമന്ത്രിക്ക് നമ്മൾ അവസാനം ഒരു കടലാസ് പോലെ ഒരു പ്രബന്ധം സമർപ്പിക്കും. അത് പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യമായിരിക്കും സമർപ്പിക്കുക. തിരുവനന്തപുരത്ത് ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ച് പറ്റും നമുക്ക് ഡോക്ടർ അനിലിനെ കുറിച്ച് കൂടി അങ്ങോട്ട് ക്ഷണിക്കാം നമുക്ക്. അപ്പം ആ കോൺക്ലേവിൽ നമ്മൾ ഇത് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. ഇപ്പൊ തന്നെ നടപടികൾ വന്നിട്ടുണ്ട്. പക്ഷെ കുറെ കൂടുതലായി പോയത് കൊണ്ടുള്ള പ്രശ്നം രൂക്ഷമാണ്. അതെനിക്കൊന്ന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നൊക്കെ നിങ്ങളും ചെയ്യുക. കാര്യം ഒരുപാട് ഭാവിയുള്ള നമ്മുടെ UK കിഡ്സും പുതിയ ജനറേഷനുമാണ് ഇതിൽ അടിപ്പെട്ടു പോയിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം നമ്മളൊക്കെ ഇപ്പൊ എനിക്കൊക്കെ 65 വയസ്സ് കഴിഞ്ഞു. ഇനിയിപ്പോ എന്ത് സംഭവിച്ചാലുണ്ട്. പക്ഷെ അതുപോലെ ഇല്ല, 14-16 വയസ്സുള്ള കുട്ടികൾ മാത്രമല്ല ഇപ്പൊ MDMAക്ക് വേണ്ടി നമ്മൾ സംശയിച്ച് പലപ്പോഴും എക്സൈസ് പിടിക്കുന്നതിൽ പ്രായപൂർത്തിയായവരുടെ എണ്ണം വളരെ കുറവാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ഈ അടുത്ത സമയത്ത് ഈ വർഷം 2 മാസത്തിലേക്ക് 600ഓളം കേസുകൾ എടുത്തപ്പോ അതിലെ 30% ഏതാണ്ട് പ്രായപൂർത്തിയാകാത്തവരാ, 10% പെൺകുട്ടികളുമാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു വല്ലാത്ത കണക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ നടത്തുന്ന യാത്ര വലിയൊരു വിജയമാക്കാൻ എല്ലാവരും, നിങ്ങൾക്ക് ഒരു 10 പേരെ ഈ MDMA പിന്തുണയ്ക്കാൻ പറ്റിയെങ്കിൽ നിങ്ങളുടെ ജീവിതം ധന്യമായി എന്ന് ഞാൻ പറയും. അപ്പൊ എന്തായാലും സഞ്ജീവനത്തിൽ വരാൻ പറ്റിയതും നിങ്ങളെ കാണാൻ കഴിഞ്ഞതുമൊക്കെ വലിയൊരു സന്തോഷമാണ്. ഈ യാത്രക്കിടയിൽ പുസ്തകമായ ചൂട് അനുഭവപ്പെടുമ്പോഴും അതിനും വലിയൊരു ചൂട് നമ്മുടെ നെഞ്ചിലാളുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോ എന്തായാലും നിങ്ങളുടെ ഈ കാര്യത്തിലുള്ള താല്പര്യവും സഞ്ജീവനത്തിന്റെ താല്പര്യവും മെഡിമിക്സിന്റെ താല്പര്യമൊക്കെ നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങളുടെ നമ്മുടെ ഈ പൊതു പ്രശ്നം ഉയർത്തി ജനമനസ്സിലെത്തിക്കാനുള്ള നമ്മുടെ നീക്കത്തിനും നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി. അപ്പോൾ നിങ്ങൾ കൂടുതൽ 24 ഫ്ലവേഴ്സും അതുപോലെ നമ്മുടെ ഈ SK40 എന്നുള്ള യൂട്യൂബ് ചാനലും കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ നടന്ന ശ്രമങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും. അപ്പം നമ്മുടെ വിജയകുമാർ ഇവിടെ നമ്മളൊരു ഡോക്ടറെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഡോക്ടർമാരുടെ എണ്ണം കൂടുതലായതുകൊണ്ട് PhD ആണെന്നുള്ളതേ ഉള്ളൂ കൊണ്ടുവന്നിട്ടുണ്ട്. വിജയകുമാർ 2 വാക്ക് സംസാരിക്കും. അത് കഴിഞ്ഞാൽ നമ്മുടെ PhD ഡോക്ടർ മുരളി ശിവരാമൻ വാർത്താവായനക്കാരനാണ്, വാർത്താവതാരകനാണ്. അപ്പോൾ വിജയകുമാർ 2 വാക്ക് പറയും. അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും 2 വാക്ക് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. ഓവർ ടു വിജയകുമാർ. നമസ്കാരം. അപ്പോൾ SK സാറ് യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പറ്റി ഇതിനോടകം തന്നെ വിശദീകരിച്ചല്ലോ. അപ്പം സാധാരണ ഞങ്ങൾ എല്ലായിടത്തും പറയുന്നതാണ് 4 പതിറ്റാണ്ട് മാധ്യമ പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഒന്നും പറ്റുന്ന കാര്യമല്ല. ഇത്രയും ദീർഘകാലം മാധ്യമ പ്രവർത്തനത്തിൽ വളരെ സജീവമായി നിൽക്കുക. അപ്പോൾ SK സാറിന് 40 വർഷം കഴിഞ്ഞിട്ടും ആ ജോലി തുടരുകയാണ്. അപ്പൊ ആ സമയത്ത് അത് ഉറപ്പായും ഒരു ആഘോഷത്തിന്റെ സമയമാണ്. പക്ഷെ അങ്ങനെ ആഘോഷിക്കാൻ പറ്റുന്നതല്ല ഈ സാഹചര്യം എന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ കേരളം മുഴുവൻ യാത്ര ചെയ്യുമ്പോൾ ഒരു മുദ്രാവാക്യം, ഒരു ബോധവൽക്കരണം കൂടി അതിന്റെ ഭാഗമായി വേണം എന്ന് ഞങ്ങൾ വിചാരിച്ചത്. ഈ യാത്ര തുടങ്ങി പലയിടത്തും എത്തുമ്പോൾ ഞങ്ങൾ കരുതിയതിനൊക്കെ അപ്പുറത്താണ് ലഹരി അതിന്റെ അത് ആഴത്തിൽ വേരൂന്നി എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇന്നിപ്പോ ഞങ്ങൾ ഇന്നലെ ഇടുക്കി ജില്ലയിലെ പര്യടനം കഴിഞ്ഞ് നമ്മൾ എറണാകുളത്ത് കടക്കുമ്പോൾ ഇന്നലെ ഞങ്ങൾ പോയ ഒരു സ്ഥലത്തെ ഒരു കാര്യം ഇന്ന് രാവിലെ ഒരാൾ എന്നോട് പറഞ്ഞത്, അവിടെ ഈ കുട്ടികൾ വൈകുന്നേരം അവരുടെ വിശ്രമ സമയത്ത് അല്ലെങ്കിൽ കോളേജിൽ നിന്ന് ഇറങ്ങി ഒരു സ്ഥലത്തെത്തിയാൽ അവിടുന്ന് അവർക്ക് ഈ രാസലഹരി കിട്ടും. അതിൽ അസ്വാഭാവികതയൊന്നുമില്ലാതെ അതിൽ ആൺകുട്ടികളോ പെൺകുട്ടികളോ ഒന്നും വ്യത്യാസമില്ലാതെ അവരത് ഉപയോഗിച്ചിട്ട് അവർ ഹോസ്റ്റലുകളിലേക്കും താമസിക്കുന്ന സ്ഥലത്തേക്കും ഒക്കെ മടങ്ങിപ്പോകും. ഒരു സാധാരണ സംഭവമാണ് എന്ന മട്ടിലാണ് അവരൊക്കെ അതിനെ കാണുന്നത്. അല്ലെ, ഈ കുട്ടികളും അങ്ങനെയാണ് കാണുന്നത്,
ഇത് നമ്മളോട് പറഞ്ഞ ആളും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഓർക്കായിരുന്നു, ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്നത് സ്കൂൾ കാലഘട്ടത്തിൽ 90കളുടെ അവസാനമൊക്കെ ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു സ്കൂൾ വിദ്യാർത്ഥി മദ്യപിക്കുക എന്ന് പറഞ്ഞാൽ അത് ആ നാട്ടിലെ ഏറ്റവും വലിയ ക്രൈമാണ്. നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല ഒരു സ്കൂൾ കുട്ടി മദ്യപിച്ചു എന്നത്. അപ്പോ കാലക്രമേണ മദ്യപാനത്തിന് എന്തോ ഒരു മാന്യത കൈവന്നു എന്ന് തോന്നുന്നു. അപ്പൊ മദ്യപിക്കുക എന്ന് പറയുന്നത് വലിയ തെറ്റല്ല എന്ന മട്ടിലേക്ക് ആളുകൾ അതിനെ ചുരുക്കി കാണാൻ തുടങ്ങി. നമ്മുടെ സിനിമകളിലൊക്കെ മദ്യപിക്കുന്ന സീനുകൾ, ഇങ്ങനെ കുത്തി നിറച്ച സിനിമകളൊക്കെ പലപ്പോഴും വരാറുണ്ട്. ഇന്നലെ പത്തനംതിട്ടയിൽ നിന്നൊരു വാർത്ത വന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഞെട്ടി. അത് 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിയുന്ന ദിവസമായിരുന്നു ഇന്നലെ. അതിൽ 4 കുട്ടികൾ 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാൻ വേണ്ടി വന്നത് മദ്യവും കൊണ്ടാണ്, മദ്യം കുപ്പികളും കൊണ്ടാണ് അവർ ക്ലാസ്സിലേക്ക് വന്നത്. അപ്പോൾ ഈ പരീക്ഷ കഴിഞ്ഞിട്ട് ആഘോഷിച്ചിട്ട് പോകാൻ വേണ്ടിയാണ്. അപ്പം ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എങ്ങനെയാണ് മദ്യം കിട്ടുക? നമ്മളെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 15-കാരന് മദ്യം വാങ്ങാൻ നിയമപരമായി റൈറ്റ് ഇല്ല. അപ്പോ അങ്ങനെ നിയമപരമായി റൈറ്റ് ഇല്ലാതിരുന്നിട്ടും ഇവർക്ക് മദ്യം കിട്ടി. അവരത് സ്കൂളിൽ കൊണ്ടുവന്നു. അതാണ് മറ്റൊരു കാര്യം. സ്കൂളിൽ കൊണ്ടുവന്നു, അധ്യാപകരെ പിടിച്ചു. ഞാൻ പറയുന്നത് മദ്യമാണ്, മദ്യക്കുപ്പിയാണ്, നമുക്ക് കണ്ടുപിടിച്ച് അത് അവിടുന്ന് മാറ്റാൻ പറ്റും. പക്ഷേ ഈ രാസലഹരി എങ്ങനെയാണ് നമ്മളുടെ കുട്ടികളുടെ കയ്യിലുണ്ടെന്ന് അറിയാൻ പറ്റും. ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം നമ്മളുടെ ഇതുകൊണ്ടൊരു മീറ്റിംഗിൽ പറഞ്ഞത്, നമ്മളുടെ കയ്യിൽ നഖം നീട്ടി വളർത്തിയാൽ, നമ്മളുടെ 10 വിരലിലും നഖം നീട്ടി വളർത്തിയാൽ ഓരോ നഖത്തിന്റെ ഇടയിലും 2 ഗ്രാം MDMA തരികളായി ഒളിപ്പിക്കാൻ പറ്റുന്നതാണ്. അപ്പം നമ്മുടെ അങ്ങനെ നോക്കിയാൽ 10 വിരലിലും കൂടി 10 ഗ്രാം അല്ലെങ്കിൽ 20 ഗ്രാം MDMA വേണമെങ്കിൽ ഒളിപ്പിച്ചുകൊണ്ട് പോവാം. എങ്ങനെയാണ് ഇത് പരിശോധിച്ച് കണ്ടുപിടിക്കുക? തലമുടിക്കിടയിൽ വെച്ചിട്ട് പോയാൽ ഒരു പെൺകുട്ടി തലമുടിക്കിടയിൽ അത് വെച്ചിട്ട് പോയാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ കഴിയുക എന്നാണ് ഉദ്യോഗസ്ഥർ നിസ്സഹായതയോടെ നമ്മളോട് ചോദിച്ചത്. അപ്പോൾ മദ്യമായതുകൊണ്ട് ഇന്നലെ ഈ സ്കൂൾ കുട്ടികൾ അത് കൊണ്ടുവരുന്നത് കണ്ടു. അവരെ നമുക്ക് സ്കൂളിലെ അധ്യാപികക്ക് പിടിക്കാൻ പറ്റി, പോലീസിൽ ഏൽപ്പിക്കാൻ പറ്റി, പോലീസിന് അത് ചോദിക്കാൻ പറ്റി എവിടുന്ന് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഈ രാസലഹരിയുടെ കാര്യത്തിൽ ഈ കാരിയേഴ്സിനെ മുഴുവൻ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കണ്ടുപിടിച്ചവർക്ക് അത് എവിടുന്ന് കിട്ടിയെന്ന് അവർ പറയുന്നില്ല. അങ്ങനെ 100 പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മൾ കരുതിയതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മളുടെ കുട്ടികൾക്കിടയിൽ ഇത് എത്തിയിട്ടുണ്ട് എന്നതൊരു ഭീകരമായ വസ്തുതയാണ് കേട്ടോ. നമ്മൾ അതിനെ ഒളിച്ചു വെച്ച് സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങേയറ്റം അപകടകരമായ അവസ്ഥയിലൂടെയാണ് നമ്മുടെ ഒരു ജനറേഷൻ വരുന്നത്. കുട്ടികൾ മാത്രമല്ല ഉത്തരവാദി, മുതിർന്നവരുണ്ട്, വീട്ടിലെ പ്രശ്നമുണ്ട്, വീട്ടിലെ സാഹചര്യമുണ്ട്, മക്കളും രക്ഷിതാക്കളും തമ്മിലുള്ള ബന്ധം നല്ലതല്ല, മോശമാകുന്നുണ്ട്, പരസ്പരം ആശയവിനിമയമില്ല. അങ്ങനെ 100 പ്രശ്നങ്ങൾ ഉണ്ട്. അത് നമുക്ക് വിശദമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇപ്പൊ സമയം അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇപ്പൊ ഇവിടെ വന്ന് ഡോക്ടറോട് സംസാരിച്ചപ്പോഴാണ് ഈ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിനിൽ റീഹാബിലിറ്റേഷന്റെ സാധ്യത. ഇപ്പോൾ നമ്മൾ ഈ ഡി അഡിക്ഷൻ സെന്ററുകൾ എന്ന് പറയുന്നത് മരുന്നുകൾ കൊടുത്ത് അവരുടെ രക്തത്തിൽ നിന്ന് ഈ സംഗതി കളഞ്ഞ് അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയാണ്. പക്ഷെ അപ്പോഴും അവർ നാളെ വേണമെങ്കിൽ ഇതിന് അടിമയാക്കാം, അല്ലെങ്കിൽ വീണ്ടും ഉപയോഗിച്ചേക്കാം. അത്തരം സാധ്യതകളുണ്ട്. അപ്പോൾ അതല്ലാതെ ഇപ്പൊ യോഗ എല്ലാത്തരം മാനസിക സമ്മർദ്ദങ്ങൾക്കും നല്ല വഴിയാണ് എന്ന് ലോകം തെളിയിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളാണ്, ഇന്ത്യക്കാരാണ്, ഭാരതീയരാണ് യോഗയുടെ പ്രയോക്താക്കൾ. അപ്പോൾ നമ്മൾ ലോകത്തിൽ യോഗ കൊണ്ടുവന്നത് നമ്മുടെ ആളുകളാണ്. എന്നിട്ട് നമുക്ക് നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമായി അതിനെ മാറ്റാൻ കഴിയുന്നില്ല. അത്തരം കാര്യങ്ങൾ നമുക്ക് കുറെ കൂടി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ യോഗ നമ്മുടെ ജീവിതചര്യയാക്കിയാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ സമ്മർദ്ദങ്ങളെ നമുക്ക് അതിലൂടെ അതിജീവിക്കാൻ കഴിയും. സമ്മർദ്ദങ്ങളാണല്ലോ പലപ്പോഴും നമ്മൾ ഈ പറയുന്ന ലഹരിക്കൊക്കെ പിന്നാലെ പോകുന്നതിന്റെ കാരണമായി പലരും പറയുന്നു. അപ്പോൾ ആ യോഗ ഉൾപ്പെടെ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കാൻ കഴിയാതെ നമ്മൾ കണ്ടുപിടിച്ച, നമ്മൾ വികസിപ്പിച്ച ഒരു ശാഖയായിട്ട് പോലും നമുക്കതിനെ ആ നിലയിൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ കഴിയുന്നില്ല എന്നത് വലിയ കഷ്ടമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ വെളിച്ചം വീശാൻ പറ്റുന്ന തരത്തിൽ നമ്മുടെ സഞ്ജീവനത്തിന് മാറാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുൻകൈ എടുക്കാൻ കഴിഞ്ഞാൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു. അപ്പം ആ നിലയ്ക്ക് കൂടി നമുക്ക് ചിന്തകളെ കൊണ്ടുപോകേണ്ടതുണ്ട്. എന്തായാലും ഈ യാത്ര തുടരും. ഇത് കാസർഗോഡ് അവസാനിച്ചാലും ഞങ്ങൾ ഇതിന്റെ തുടർച്ചയുണ്ടാകും. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് മീഡിയ എന്ന നിലയിൽ ഞങ്ങളുടെ ഒരു ഫോളോ അപ്പ് ഉണ്ടാകും. ഗവൺമെന്റിനെയും ഇനി ഉണർന്നില്ലെങ്കിൽ ഉണർത്താൻ ഞങ്ങളെ കഴിയുന്നതിന്റെ അങ്ങേയറ്റത്തെ ഒരു മാധ്യമ ഇടപെടൽ അക്കാര്യത്തിൽ ഉണ്ടാകും. അതിന് ഊർജം പകരുന്നതാണ് ഇത്തരം ഒത്തുചേരലുകൾ എന്ന് ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ്. ഇവിടെ എത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ ശത്രു, അത് ഒരു സംശയവുമില്ലാതെ പറയാൻ, ലഹരി തന്നെയാണ്. മറ്റ് അസുഖങ്ങൾക്കൊക്കെ നമുക്ക് ചികിത്സ, മരുന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ആധുനിക വൈദ്യശാസ്ത്രം. അപ്പോൾ അത് പലതും നമ്മുടെ മുന്നിൽ കീഴടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മളെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും ലഹരി. അപ്പോൾ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. ആ ശത്രുവിനെതിരായ പോരാട്ടത്തിൽ ഒരുമിച്ച് എല്ലാവർക്കും കൂടി നിൽക്കാം. അതിന് ഈ ശരീരമാണെങ്കിലും നമ്മുടെ ഈ പിന്തുണയും ഈ ആൾക്കൂട്ടവും ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്നുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഉന്മേഷ് 2 വാക്ക് സംസാരം. അതെ, ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ. മലയാളത്തിലാണ് ഉന്മേഷിന്റെ PhD കേട്ടോ. നമസ്കാരം എല്ലാവർക്കും. ആദ്യമായിട്ടാണ് ഇങ്ങനെ
ചികിത്സയ്ക്കല്ലാതെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രോഗിയെ കാണാതെ ആ ആവശ്യത്തിനല്ലാതെയോ ആയിട്ട് ഒരു ആശുപത്രി വരുന്ന ഇങ്ങനെ ഒരു പരിപാടിയിൽ ബന്ധപ്പെട്ട് വളരെ സന്തോഷമുണ്ട്. ഒപ്പം ഞങ്ങളുടെ ഈ ക്യാമ്പയിന് പിന്തുണ നൽകുന്ന നിങ്ങൾക്ക് ആദ്യമേ തന്നെ നന്ദി പറയുകയാണ്. ഈ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് SKN ഒപ്പം വിജയേട്ടനൊക്കെ വിശദമായി സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ SKN സൂചിപ്പിച്ച പോലെ തന്നെ വേണമെങ്കിൽ AC റൂമിൽ ഇരിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഈ ഒരു ഘട്ടത്തിൽ അവിടെ ഇരുന്ന് വാർത്ത വായിച്ചാൽ മതി, ശമ്പളം കൃത്യമായി കിട്ടും, അങ്ങനെ വേണമെങ്കിൽ നന്നായി മുന്നോട്ട് പോകാം, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷെ അങ്ങനെയല്ല, അതിനപ്പുറം ഒരു മാധ്യമ പ്രവർത്തകൻ ഇടപെടേണ്ട ഒരു നിർണായക ഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഉള്ള ഒരു തിരിച്ചറിവ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് SKന്റെ മാധ്യമ ജീവിതം 40 വർഷം പൂർത്തിയാക്കുന്ന വേളയിലെ ഈ യാത്ര. അപ്പോൾ അതിന്റെ ഭാഗമായി ഞങ്ങൾ ഒരുപാട് ക്യാമ്പസുകളിൽ പോകുന്നുണ്ട്, ഗ്രാമപ്രദേശങ്ങളിൽ പോകുന്നുണ്ട്, സന്നദ്ധ സംഘടനകളെ കാണുന്നുണ്ട്. അപ്പോൾ ഈ വിപത്തിനെതിരെ എല്ലാവരും ഇപ്പോൾ തന്നെ അവർക്കിടയിൽ അവബോധം വളർന്നു വരുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ മുഴുവനായി എത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് ഈ യാത്ര. അപ്പോൾ നിങ്ങളും അതിന്റെ ഭാഗമാവുമെന്ന അതിയായ സന്തോഷമുണ്ട്. ഇവിടെ നൽകിയ ഈ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. നമ്മുടെ ഡോക്ടർ രണ്ടുപേർക്ക് പറയണമല്ലോ. ഈ ഇദ്ദേഹത്തിൻ്റെ ദൃശ്യ ശ്രാവ്യ മേഖലയിലെ 40 വർഷത്തിലെ ഈ ഭാഗമായിട്ട് നടത്തി വരുന്ന ഈ ലഹരി വിമുക്ത ഒരു ക്യാമ്പയിൻ എന്തുകൊണ്ടും ഈ ഒരു അവസ്ഥയിൽ ഏറ്റവും വളരെയധികം പ്രശംസ പറ്റുന്ന ഒരു കാര്യമാണ്. എന്നാ വെച്ചാൽ സമൂഹത്തിൻ്റെ എല്ലാ പിന്തുണയും ഈ യാത്രയിലുണ്ടാവും, അതിന് യാതൊരു സംശയമില്ല. എന്നാ വെച്ചാൽ വളരെ കുറച്ച് പെർസെൻറ്റേജ് ആൾക്കാർ മാത്രമാണ് ഇതിൽ അടിമപ്പെട്ടു പോയിരിക്കുന്നത്. ബാക്കിയുള്ള ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർ പുറത്ത് തന്നെയാണ്. അവർക്ക് ഇതിൽ നിന്ന് മാറണമെന്നും ഇതിലെ ബാക്കിയുള്ള സമൂഹത്തിനെ ആ നല്ല രീതിയിലേക്ക് കൊണ്ടുവരണമെന്നും ആഗ്രഹമുള്ള നല്ലൊരു സമൂഹം പുറത്തുണ്ട്. അവരുടെ എല്ലാ സപ്പോർട്ടും എല്ലാ പിന്തുണയും ഈ യാത്രയ്ക്കും ഇനി ഉള്ള മേലിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും അത് മാധ്യമങ്ങളിലൂടെയും അതേമാതിരി തന്നെ നമ്മുടെ സർക്കാരിനും പൂർണ്ണ പിന്തുണ ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അതിന് ഈ തരത്തിലുള്ള എല്ലാ പരിപാടികൾക്കും പ്രത്യേകിച്ച് നമ്മൾ ഈ സഞ്ജീവനത്തിൽ നമ്മൾ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം പ്ലാൻ ചെയ്തത് തന്നെ ഈ നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നല്ല ഒരു റിസൾട്ട് നമുക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്. നമ്മളിവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തു പോയ ആൾക്കാർ നമ്മളെ ഇപ്പോഴും ഫോളോ അപ്പ് ഉണ്ട്, നമുക്കറിയാം അവർ തിരിച്ചു പോകുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്നുണ്ട്. അത്രയും ഒരു കാര്യം നമ്മൾ സമൂഹത്തിനോട് നമ്മൾ വേണ്ട നമ്മുടെ ഒരു കടമ നമ്മൾ നിർവഹിക്കുന്നുണ്ട് എന്ന ഈ അവസ്ഥയിൽ ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു ഭാഗമായിട്ട് സഞ്ജീവനത്തിൽ വരികയും നമ്മുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കുകയും ചെയ്ത അങ്ങേക്ക് സഞ്ജീവനത്തിൻ്റെ പേരിലും ഡോക്ടർ അനൂപിൻ്റെ പേരിലും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്തേ, എല്ലാവർക്കും സ്വാഗതം. ഒരു വലിയ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ സാർ സംസാരിച്ചതും നിങ്ങൾ ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ഒരു യാത്രയിൽ കാണുന്നതും പറഞ്ഞ പോലെ നേരത്തെ ആ ഓഫീസിനകത്തിരുന്നപ്പോൾ അറിഞ്ഞതും കണ്ടതുമായിട്ടുള്ള കാര്യങ്ങളല്ല എല്ലാവരും ഫേസ് ചെയ്യുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഇവിടെ ഞങ്ങളാണെങ്കിലും ഇപ്പം വരുന്ന പേഷ്യൻസ് എന്നത് മാത്രമല്ല, ഇവൻ ഞങ്ങൾ പോലും 150 പേര് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണിത്. ഇവിടെ പോലും ഇപ്പം നമുക്കറിയില്ല, നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആള് പോലും വൈകുന്നേരം വീട്ടിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ഇതിൽ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ആണോ നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഞങ്ങളൊരു സ്ഥാപനത്തിലെ ജോലിക്കാർ എന്നുള്ളതിനേക്കാളുപരി അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ക്ലോസ് ആയിട്ടൊരു ബന്ധം കീപ്പ് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു മുഖഭാവത്തിൽ പോലും മാറ്റം വന്നാൽ പോലും നമ്മൾ വിളിച്ചു ചോദിക്കും. അതിപ്പം HR ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള രീതി മാത്രമല്ല, അതൊരു HR ഒരു ജോലിയുടെ ഭാഗമായിട്ടല്ല, ഞങ്ങൾ എല്ലാവരും ആ ഒരു എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും വി വിൽ ടേക്ക് കെയർ ഓഫ് ഈച്ച് അതേഴ്സ് ബാക്ക് എന്ന് പറയുന്ന പോലെ ഞങ്ങൾ അത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം പലപ്പോഴും നമുക്ക് പറയാൻ പറ്റുന്നത് ഈ കാണുന്ന ആൾക്കായിരിക്കില്ല പ്രശ്നം, ചിലപ്പോൾ അയലത്തെ വീട്ടിലെ പ്രശ്നങ്ങൾ പോലും ആയിരിക്കും. പക്ഷെ ഞങ്ങളും പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ചിലരൊക്കെ നമ്മൾ സഹായിക്കാൻ ശ്രമിച്ചാൽ പോലും ചിലർ ഈ പറഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നമുക്കത് ഇതിന് വിട്ടുകൊടുക്കേ പറ്റുള്ളൂ. പക്ഷെ ചിലരുണ്ട്, നമ്മുടെ ചിലപ്പോൾ ഒരു അറ്റൻഷൻ ആയിരിക്കും അവരെ ഇതിലേക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ അതുപോലെ റീഹാബിലിറ്റേഷൻ കഴിഞ്ഞു പോകുന്ന ആൾക്കാർ നമ്മൾ ക്ലോസ്ലി ഫോളോ അപ്പ് ചെയ്യുക. അങ്ങനെയുള്ളവരെ ഒരു മുട്ടുവേദനയ്ക്ക് വന്നിട്ട് പോയ ആൾക്കാരെക്കാളും നമ്മൾ കൂടുതലായിട്ട് ഫോളോ അപ്പ് ചെയ്യുക ഇതുപോലെയുള്ള ട്രീറ്റ്മെന്റ്സ് കഴിഞ്ഞു പോകുന്നവരെയാണ്. കാരണം മറ്റവരുടെ മുട്ടുവേദന ഒരു ഫിസിക്കൽ എയിൽമെന്റാണ്, അത് വ്യത്യാസം വരും, ഉണ്ടെങ്കിൽ അവർ തിരിച്ചു വരും. പക്ഷെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അങ്ങനെയല്ല. ചിലപ്പോൾ നമ്മുടെ ഒരു മോണിറ്ററിങ് മതി, ഒരു വിളിയായിരിക്കും ചിലപ്പോൾ അവരെ അടുത്ത ഒരു ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്നത്തെ കുഞ്ഞുങ്ങളാണ് നാളത്തെ നേതാക്കന്മാർ, അവരെ തന്നെയാണ് ഈ മാഫിയ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. നാളെ നമുക്കൊരു നല്ല സമൂഹം ഉണ്ടാവരുത്, ഒരു നല്ല രാഷ്ട്രം ഉണ്ടാവരുത് എന്നുള്ള ഒരു ഫോക്കസിൽ തന്നെയാണ് അവർ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും. അപ്പോൾ ഞങ്ങളെല്ലാവരും 24ന്റെ കൂടെയും സാറിന്റെ കൂടെയും എൻ്റെ ടീമിന്റെ കൂടെയും
ഒറ്റക്കെട്ടായിട്ട് തന്നെ ഉണ്ട്. ഞങ്ങൾ ഇവിടെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. ഞങ്ങളെ കൊണ്ട് വേറെ എന്ത് തരത്തിലുള്ള സപ്പോർട്ടാണോ ഇതിന് വേണ്ടത് അത് ചെയ്യാനും ഞങ്ങൾ തയ്യാറാണെന്നുള്ളതും ഹോൾ ഹാർട്ടഡ്ലി ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഒരു ചെറിയ കാര്യം കൂടി ഞാൻ പറയാം. നിങ്ങൾ എന്തായാലും ഇവിടെ കെയർ എടുക്കുമെന്ന് മനസ്സിലായപ്പോൾ ശരിക്കും നമ്മുടെ ഈ പോലീസിനും എക്സൈസിനും ഒക്കെ കമ്പൈൻഡ് ആയിട്ടുള്ള ഓപ്പറേഷനുള്ള നിർദ്ദേശം ആഭ്യന്തര വകുപ്പ് കൊടുത്തു കഴിഞ്ഞു, ഒന്നിച്ച് പരിശോധിക്കാനും റെയ്ഡ് ചെയ്യാനും ഒക്കെ. അപ്പൊ നമ്മുടെ ഇപ്പൊ സഞ്ജീവനത്തിലേക്ക് ഏതെങ്കിലും ഒരു ജീവനക്കാരൻ ഈ MDMA സ്റ്റോക്ക് ചെയ്യുകയോ അതല്ലെങ്കിൽ MDMA കഴിക്കാൻ കൊണ്ടുവരികയോ ഒക്കെ ചെയ്താൽ ഈ സ്ഥാപനം പരിശോധിക്കാൻ എക്സൈസ് നിർബന്ധം പിടിക്കും. ഈ സ്ഥാപനത്തിന്റെ മേധാവിയുടെ പിൻബലം അവർ ആവശ്യപ്പെടില്ല. അവർക്ക് ഗവൺമെന്റ് പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുക. ഏത് കോളേജിലേക്ക് കടക്കാനും പ്രിൻസിപ്പലിന്റെ അനുമതിയില്ല, ഏത് അനുമതി വേണ്ട. പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നുണ്ട്. ഹോസ്റ്റൽ മുറികൾ പരിശോധിക്കാനോ ഏതെങ്കിലും സ്ഥലത്ത് ഒളിച്ചു വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയാണ്, പ്രത്യേകിച്ച് MDMA പോലുള്ള രാസലഹരിയാണെങ്കിലും. അപ്പൊ ഏതെങ്കിലും സഞ്ജീവനത്തിൽ ഒരാള് ഇത് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഉപയോഗിക്കാൻ താല്പര്യം കാണിക്കുന്നു അല്ലെങ്കിൽ കൊണ്ടു നടക്കുന്നു എന്ന് വന്നാൽ ഈ സ്ഥാപനത്തിലേക്ക് ഇത്തരം പരിശോധനയുമായി ഉദ്യോഗസ്ഥന്മാർ എത്തിയ ഈ സ്ഥാപനം ഉണ്ടാക്കിയ ഒരു സൽപ്പേര് ചിലപ്പം ഷേക്കാവും, പിന്നെ ശരിയാവുമായിരിക്കും, എന്നാലും അത് തൽക്കാലത്തേക്കെങ്കിലും ഒന്ന് കിടുങ്ങി പോകും. അപ്പൊ ആ കിടുങ്ങലിൽ നിങ്ങൾ വീടരുത്. ഇതൊരു അപകടം പിടിച്ച കാലമാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകിച്ച് ഡോക്ടർ അനൂപിന്റെ സ്ഥാപനത്തോട് ഞങ്ങൾക്ക് വല്ലാത്ത മമതയും താല്പര്യവും സ്നേഹമുണ്ട്. അതുകൊണ്ട് അതിൽ ഒരു ഇതെടുക്കണം എന്ന് അപേക്ഷിക്കുന്നു. ഇനി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് യാത്രയാകുന്നു. താങ്ക് യു ഫോർ യുവർ കോപ്പി. താങ്ക് യു. നമ്മുടെ എല്ലാം സ്നേഹത്തിന്റെ പ്രതീകമായിട്ട് നമ്മൾ ഒരു 1000 കോടി രൂപ മോഹവിലയും 300 രൂപ സാമാന്യ വിലയുള്ള ഒരു സാധനം സമ്മാനിക്കാം. താങ്ക് യു. You are today a lot of things. Okay. വരൂ. Thank you. Thank you. ഞാൻ ഡോക്ടർ ബേബി, റിട്ടയർഡ് വെറ്ററിനറി ഡോക്ടറാണ്. ഉന്നത്തനാട് പഞ്ചായത്ത് പെട്ട ആളാണ്. പട്ടിമരത്ത് താമസിക്കുന്നത്. എല്ലാ ആശംസകളും. Thank you. ഇതൊരു ഷോപ്പീസാണ്. ശരി, ഓക്കെ. ഞങ്ങളെ ഒരു ഭാഗമാക്കാൻ പറ്റിയതിൽ ഞങ്ങൾക്കും വളരെയേറെ സന്തോഷം. ഇനി അങ്ങോട്ടുള്ള ഈ ഒരു യാത്രയിൽ ആയുർവേദത്തിന്റെ എല്ലാ പിന്തുണയ്ക്കും സഞ്ജീവനം എപ്പോഴും കൂടെ ഉണ്ടാവും. നന്ദി, നമസ്കാരം.